ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കേണ്ടതുണ്ട്. ഉമർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ആ വഴിയിലൂടെ ഒരു മനുഷ്യൻ പോലും വരികയില്ലായിരുന്നു. അത്രമാത്രം ക്രൂരനായതായൊരു മനുഷ്യരൂപമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മക്ക നിവാസികളുടെ കൃഷിയിടങ്ങളും കാലികളെയും ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുന്നതായൊരു സന്ദർഭം. അങ്ങനെ ആരെയെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ പോലും വരികയില്ലായിരുന്നു. അത്രമാത്രം പേടിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ പ്രചരണവുമായി നടക്കുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ നബിയെ കൊല്ലാൻ വേണ്ടി 100 ഒട്ടകം ഓഫർ ചെയ്തപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് റസൂലിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടതായ മനുഷ്യനായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി അവിടെ വന്നു. ഇസ്ലാമിനോട് ഇത്രമാത്രം വെറുപ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമാകാൻ ഒരു നിമിഷം മതിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായി. അത്രമാത്രം ക്രൂര സ്വഭാവമുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഇരിക്കുന്നത് മുത്ത് റസൂലിൻ്റെ ചാരത്താണ്. മഹാനായ റസൂൽ കരീം വഫാത്തായി എന്ന് ആ മദീന പട്ടണം മൊത്തം വാർത്ത പരന്ന സമയത്ത് ദേഷ്യം പിടിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരടാ എൻ്റെ മുഹമ്മദ് വഫാത്ത എന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞവൻ്റെ കഴുത്ത് ഞാൻ അറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മദീന തെരുവിലൂടെ നടക്കുന്നുണ്ട്. മുത്ത് റസൂല് വഫാത്ത എന്നുള്ള വാർത്ത ഉൾക്കൊള്ളാൻ ഉമർ റളിയല്ലാഹു അൻഹു സാധിക്കാതെ അവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതായിരുന്നു മുത്ത് റസൂലിനോടുള്ളതായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം.